പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് അഫക്ട്സ് ദി അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ഓക്സിജനായിട്ട് ഹീമോഗ്ലോബിൻ്റെ അഫിനിറ്റി നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഹീമോഗ്ലോബിനായിട്ടുള്ള അഫിനിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്? വി ഹാവ് 3 ഫാക്ടേഴ്സ്, നെയിംലി ദ ഫസ്റ്റ് വൺ ഈസ് ടെമ്പറേച്ചർ. The first one is temperature, second one is pH, and the third factor 2,3-bisphosphoglycerate. 2,3-bisphosphoglycerate. നിങ്ങൾ 2,3-BP എന്ന് എഴുതുന്ന കൂടുതൽ നിങ്ങൾ എങ്ങനെ എഴുതണം? 2,3-bisphosphoglycerate എന്ന് എഴുതണം. എന്നിട്ട് ബ്രാക്കറ്റിൽ 2,3-BPG എന്ന് എഴുതുക. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് ആണ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് ഓക്സിജനോടുള്ള അഫിനിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവരുടെ ഹയർ ആൻഡ് ലോവർ കണ്ടീഷൻസ്, ഇവരുടെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് കണ്ടീഷൻസ് ആണ് ഹീമോഗ്ലോബിൻ ഓക്സിജൻ തമ്മിലുള്ള അഫിനിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഹൗ ദേ ഡിറ്റർമൈൻസ് ദിസ് അഫിനിറ്റി? We can plot the increase and decrease in these factors in this graph. ഈ ഗ്രാഫിലേക്ക് നമുക്ക് ഈ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. We have this first one, temperature and pH. We shall take 2 factors, temperature and pH. Increase in temperature, എഴുതി വെക്കണം. Increase in temperature or lowering of pH shift the graph towards the right side. Increase in temperature or lowering of pH shifts the graph towards the right side. എങ്ങോട്ടേക്ക് ഗ്രാഫ് മാറി നോക്കൂ. The dissociation curve shift towards the right side. റൈറ്റ് സൈഡിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റൈറ്റ് സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായി. കാരണം ഇൻക്രീസ് ഇൻ pH or increase in temperature or decrease in pH. ടെമ്പറേച്ചറിലെ ഇൻക്രീസ്, pHലെ ഡിക്രീസ് ഗ്രാഫിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. Which means the affinity of hemoglobin towards the oxygen decreases in this condition. ഏതാണ് condition? This condition, pH lowers, temperature increases. Increase in temperature, lowering of pH shifts the graph towards the right side, which means oxygen is liberated. ഇവിടെ ഓക്സിജൻ എന്താ ചെയ്യുന്നത്? ഹീമോഗ്ലോബിൻ എന്തെങ്കിലും ഓക്സിജൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ ഓക്സിജൻ കണ്ടന്റ് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും. അസോസിയേറ്റ് ചെയ്യില്ല ഓക്സിജൻ ചെയ്യുന്നത്, പകരം ഹീമോഗ്ലോബിൻ ഓക്സിജൻ പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ഗ്രാഫ്, ഈ ഡിസോസിയേഷൻ ഗ്രാഫ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ഓക്സിജൻ ഈസ് ലിബറേറ്റിംഗ്. അതിനുള്ള കാരണം എന്താണ്? ഡിക്രീസിങ് pH, increasing the temperature. This decreasing pH നമ്മൾ ഫർദർ നമ്മൾ പഠിക്കും. ഇൻക്രീസിങ് ദി ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ ഡിക്രീസ് ഇൻ pH എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ കൂടുന്നു എന്നുകൂടെ അർത്ഥമുണ്ട്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്ന സമയത്ത് pH കുറയുന്നു, പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടുന്നു. പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ ഹീമോഗ്ലോബിനിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദിസ് ഇഫക്റ്റ് ക്യാൻ ബി കോൾഡ് ആസ് ബോർ ഇഫക്റ്റ്. നമ്മൾ ഇതിന് എന്ത് പറയും? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഏത് സമയത്താണ്? അൽവിയോളർ റീജിയനിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന ഓക്സിജൻ പെരിഫറൽ റീജിയനിലേക്ക് എത്തുന്നു. പെരിഫറൽ ടിഷ്യൂവിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് കമ്പാരിറ്റീവ്ലി ലോവർ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് കമ്പാരിറ്റീവ്ലി ലോവർ and the pH is decreased due to increased proton concentration. And in the decreased pH and increased proton and carbon dioxide concentration, peripheral tissue proton മാത്രമല്ല carbon dioxide concentration ഹയർ ആണ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലുലാർ റെസ്പിറേഷൻ ശേഷം റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ പെരിഫറൽ ടിഷ്യൂവിൽ. ഇത് കൂടുതൽ പറയണ്ടോ? ഇത് നമ്മൾ കൂടുതൽ ഡീറ്റെയിലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൃത്യമാവും. അപ്പോൾ പെരിഫറൽ ടിഷ്യൂസിൽ എത്തുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ഹയർ ആണ്, H+ കോൺസെൻട്രേഷൻ ഹയർ ആണ്, pH ലോവർ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഗ്രാഫ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്സിജൻ, ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്യുന്ന ഓക്സിജൻ ടിഷ്യൂസിലേക്ക് റിലീസ് ചെയ്യുന്നു. സോ ദി അഫിനിറ്റി പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ lowering of pH, increase in temperature, shift the graph towards the right side, and the affinity of hemoglobin with the affinity of hemoglobin for oxygen decreases in this condition. മനസ്സിലാവോ? ഇനി ഇതിന്റെ നേരെ ഉൾട്ട, increased pH and lower temperature. Increase in pH and lowering of temperature shifts the graph towards the left side. നോക്കൂ, this condition എന്തായി? pH high, temperature low,
pH high. pH high, temperature low ആണെങ്കിൽ shift the graph towards the left side. Temperature കുറയുന്നു, pH കൂടുന്നു means oxygen liberate ചെയ്യില്ല, affinity ഹീമോഗ്ലോബിന് ഓക്സിജനായിട്ടുള്ള അഫിനിറ്റി കൂടുന്നു. സോ ഡിസോസിയേഷൻ ഗ്രാഫ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഓക്സിജനായിട്ടുള്ള അഫിനിറ്റി കൂടുന്നു എന്നർത്ഥം. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അഫിനിറ്റി കുറയുന്നു എന്നർത്ഥം. മനസ്സിലാവോ? Then the third factor we have 2,3-bisphosphoglycerate, glycolytic intermediate ആണ്. Glycolytic pathway പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് this 2,3-bisphosphoglycerate. 2,3-bisphosphoglycerate has got higher affinity with the hemoglobin. Hemoglobin ആയിട്ട് ഇവർക്ക് affinity കൂടുതലാണ്, which means increase in the level of 2,3-bisphosphoglycerate mean again the graph shift towards the right side. അപ്പോൾ 2,3-BPG increase ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ again this condition എന്താണ്, the oxygen will be liberated. ഓക്സിജൻ എന്ത് ചെയ്യും? ലിബറേറ്റഡ് ആവും. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മസിൽസിലൊക്കെ കൂടുതൽ അളവിൽ 2,3-BPGയുടെ അളവ് ആ സമയത്ത് കൂടും. 2,3-BPG ഹാസ് ഗോട്ട് ഹയർ അഫിനിറ്റി വിത്ത് ഹീമോഗ്ലോബിൻ. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ. HB4 plus 2,3-BPG HB4 2,3-BPG plus what? This oxygen liberated. HB4O2, hemoglobin bound with oxygen when reacted with the 2,3-BPG leads to HB4 2,3-BPG releasing oxygen. ഈ ഹീമോഗ്ലോബിനായിട്ട് അസോസിയേറ്റ് ചെയ്ത ഓക്സിജൻ എന്ത് ചെയ്തു? റിലീസ് ചെയ്യുന്നു അല്ലേ? എന്നിട്ട് ഹീമോഗ്ലോബിനായിട്ട് ആര് അസോസിയേറ്റ് ചെയ്യും? 2,3-BPG അസോസിയേറ്റ് ചെയ്യും. കാരണം they have got higher affinity with the hemoglobin. അപ്പോൾ മൂന്ന് കണ്ടീഷൻ: higher temperature, lower pH and higher 2,3-BPG shifts the graph towards the right side. ഇത് നേരെ ഉൾട്ടേക്ക, pH increase ചെയ്യുക, temperature lower ചെയ്യുക, shift the graph towards the right side. മനസ്സിലാവൂ? And this effect, the release of oxygen due to increase in the concentration of H plus ions or increase in the level of carbon dioxide is called as Bohr effect. We have another protein called as myoglobin. Myoglobin is also it's an iron containing protein. Myoglobin. This is also an iron containing protein that binds to oxygen, and they are seen mainly in skeletal muscles. Skeletal muscles-ilana myoglobin കൂടുതലായിട്ട് കാണുന്നത്. Okay. The major difference between myoglobin and hemoglobin is that myoglobin only binds single oxygen. Hemoglobin binds 4 oxygen. Maximum of 4 oxygen they can bind each hemoglobin molecule, whereas myoglobin can only bind single oxygen. And their dissociation curve is rectangular hyperbola. ഇവരുടെ dissociation curve എന്ന് പറയുന്നത് it is a rectangular hyperbola. ഇതാണ് ആരുടെ curve? The myoglobin curve. This is myoglobin. Myoglobinന്റെ dissociation curve. This is hemoglobin's dissociation curve. So you can see here the dissociation curve is projected to the left of hemoglobin dissociation curve. ഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷൻ കേർവിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആയിട്ടാണ് ഈ റെക്ടാങ്കുലർ ഹൈപ്പർബോള കേർവ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യൂ. ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ആൻഡ് ദി മയോഗ്ലോബിൻ ക്യാൻ ഒബ്റ്റെയിൻ ഓക്സിജൻ ഫ്രം ഹീമോഗ്ലോബിൻ. കാരണം മയോഗ്ലോബിൻ ആണ് ഓക്സിജനായിട്ടുള്ള അഫിനിറ്റി കൂടുതൽ. കാരണം ലെഫ്റ്റിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നുണ്ടില്ലേ, ഇത് ലെഫ്റ്റിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് മയോഗ്ലോബിൻ ആണ് ഓക്സിജനായിട്ട് അഫിനിറ്റി കൂടുതൽ. അപ്പോൾ ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്യുന്ന ഓക്സിജനെ ആർക്ക് എടുക്കാൻ പറ്റും? മയോഗ്ലോബിൻ എടുക്കാൻ പറ്റും. നേരെ തിരിച്ചു പറ്റുമോ? നേരെ തിരിച്ചു പറ്റില്ല. The oxygen liberates from hemoglobin. This myoglobin can obtain oxygen liberated from hemoglobin. Hemoglobin liberate ചെയ്യുന്ന ഓക്സിജന് ഈ കേർവ് ലെഫ്റ്റിലേക്ക് ആയത് കാരണം എന്ത് ചെയ്യാൻ പറ്റും? ഈ മയോഗ്ലോബിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരികയാണ്, CSIR-ൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. The researchers have developed a new molecule that binds to oxygen, and the dissociation curve when they plot it shows like the dissociation curve was like the dissociation curve found towards the right side of hemoglobin, the new molecule. This is a new protein.
ന്യൂ പ്രോട്ടീൻ വി ഷാൾ നെയിം ഇറ്റ് ആസ് എക്സ്. ഈ ന്യൂ പ്രോട്ടീൻ നമ്മൾ എക്സ് എന്ന് പേര് കൊടുക്കണം. ഓക്കെ, പുതിയ പ്രോട്ടീനെ നമ്മൾ എക്സ് എന്ന് പേര് കൊടുക്കുന്നു. പുതിയ പ്രോട്ടീന് റിസർച്ചേഴ്സ് കണ്ടെത്തിയിരിക്കുകയാണ്. ആൻഡ് പുതിയ പ്രോട്ടീനിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഹീമോഗ്ലോബിൻ ദേ ഓൾസോ ബൈൻഡ്സ് വിത്ത് ഓക്സിജൻ. ഓക്സിജനായി ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പുതിയ മോളിക്യൂളിന്. ആൻഡ് അവരുടെ ഡിസോസിയേഷൻ കേർവ് നോക്കുന്ന സമയത്ത് ഹീമോഗ്ലോബിന്റെ കേർവിന്റെ റൈറ്റ് സൈഡിലേക്കാണ് ഈ പ്രോട്ടീൻ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ഈ കണ്ടീഷനിൽ ഇവരുടെ അഫിനിറ്റി എങ്ങനെയായിരിക്കും? അപ്പോൾ 4 ഓപ്ഷൻസ് അവർ തരുന്നത് എങ്ങനെയായിരിക്കും? ദിസ് എക്സ് ക്യാൻ ഒബ്റ്റെയിൻ oxygen from hemoglobin. This X cannot obtain oxygen from hemoglobin. This X can obtain oxygen from myoglobin. This X cannot obtain oxygen from myoglobin. ഇങ്ങനെ 4 ഓപ്ഷൻ തരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവോ? കാരണം ഈ കർവ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിന്റെ വലതുവശത്തേക്കാണെങ്കിൽ ഇത് മയോഗ്ലോബിന്റെയും വലതുവശത്തേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ അഫിനിറ്റി കുറവാണ്. റൈറ്റിലേക്ക് വരുന്തോറും അഫിനിറ്റി കുറവാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പ്രോട്ടീനിന് ഓക്സിജനെ സ്വീകരിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഈ പ്രോട്ടീൻ ക്യാരി ചെയ്യുന്ന ഓക്സിജൻ ആർക്ക് സ്വീകരിക്കാം? ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും സ്വീകരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ഏരിയയിൽ നിന്ന്.